അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തുഹു. ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മെക്സിക്കൻ ബണ്ണായ പെപ്പറോട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബണ്ണാണ്. മേലെ ചെറിയൊരു ക്രിസ്പിയും ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബണ്ണാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് മലേഷ്യയിൽ നിന്ന് മോന് കഴിച്ചിട്ട് എപ്പോഴും എന്നോട് പറയും, അമ്മ ഇങ്ങനെ മലേഷ്യയിൽ ഒരു ഭയങ്കര ഫേമസ് ആയ ഒരു ബണ്ണുണ്ട്, ഒരു പെപ്പറോട്ടി എന്ന് പറഞ്ഞിട്ടുള്ള, അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തത്. അപ്പോൾ ഞാൻ ഇത് കഴിക്കാത്തതുകൊണ്ട് എനിക്കതൊരു വലിയൊരു ഇതുണ്ടായിരുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ മദ്രാസിൽ പോയപ്പോൾ ഇത് ഞാൻ കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് തന്നെ. അങ്ങനെ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് 2 കപ്പ് മൈദക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1.5 ടീസ്പൂൺ ഈസ്റ്റ്, 3 ടേബിൾ സ്പൂൺ ബട്ടർ, 1 കപ്പ് പാല്, ഇളം ചൂട് പാല്, 1 മുട്ട. പാല് നമ്മൾ നോക്കി ഒഴിച്ചാൽ മതി. ഇനി നമ്മൾ ഒരു ബൗളിൽ ഒരു 1/2 കപ്പ് ഇളം ചൂട് പാലെടുക്കുക. അതിൻ്റെ അകത്ത് 3 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ചേർക്കുക, 1.5 ടീസ്പൂൺ ഈസ്റ്റും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 മുട്ടയും ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സാക്കുക. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിനൊരു പൊങ്ങാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് മാറ്റി വെക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് പൊങ്ങിക്കോട്ടെ. അപ്പം ജസ്റ്റ് ഒരു 10 മിനിറ്റായി. അപ്പോൾ നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്ത് നമ്മുടെ ഈ 2 കപ്പ് മൈദ ഒന്ന് കുഴച്ചെടുക്കണം. ആ സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിന്, അതായത് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കാം. അപ്പം ഇത് പാലിൽ മാത്രമേ കുഴക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഞാനിപ്പം ആദ്യം ഒരു അര കപ്പോളം പാലെടുത്തു, പിന്നെ ഒരു 1/2 കപ്പും കൂടെ എടുത്തതിന് നോക്കിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പം ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എല്ലാം കൂടിയിട്ട് 1 കപ്പ് പാലും ഒരുമിച്ചിട്ടിട്ട് നമ്മൾ കുഴക്കാൻ പാടില്ല, അപ്പോൾ ഭയങ്കര ലൂസായി പോവും. അപ്പോൾ എനിക്ക് ശരിക്കും ഇതിന് ഒരു മുട്ടയൊക്കെ ചേർത്തല്ലേ, അപ്പോൾ ഇതിന് ശരിക്കും എനിക്കൊരു 1 കപ്പ് പാലെടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാല് മാത്രമെന്ന് തോന്നുന്നു ബാക്കിയായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഈ ഞാൻ കുഴക്കുന്ന പരുവത്തിൽ കൈ കൊട്ടാതെ രീതിയിൽ ഇതിനെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആയിരുന്നു തോന്നണമെങ്കിൽ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഇത് പൊട്ടാതെ കിട്ടണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബ്രെഡിനും എല്ലാത്തിനും പിന്നെ മാവ് കുഴക്കുമ്പോൾ ഇതേപോലെ വലിക്കുമ്പോൾ ഇങ്ങനെ മാവ് കീറിപ്പോവാതെ രീതി വരെ കുഴച്ചെടുക്കുക. അപ്പോൾ ഒരു 10-15-20 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചിട്ട് നമുക്കിതിനെ സാധാരണ നമ്മൾ ബ്രെഡിനെല്ലാം ചെയ്യുന്ന പോലെ ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പം ആ പൊങ്ങാൻ വെക്കുന്ന പാത്രത്തിൽ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തടവിയിട്ട് നമ്മുടെ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിനെ നമുക്ക് പൊങ്ങാൻ വെക്കാം. അപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം വെക്കാം. ഒരു കുറച്ച് ചൂടുള്ള പ്ലേസിലാണ് വെക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊങ്ങിക്കിട്ടും. അങ്ങനെ ഞാൻ ഇതിനെ അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ പൊങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഡബിൾ സൈസായിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിൽ ഞാൻ 6 ബണ്ണാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ നേരെ ഒരു ടേബിൾ ടോപ്പിൽ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് നമുക്കിതിനെ ഒരു 6 ബണ്ണാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷേങ്കിൽ 7 ബോൾ നമുക്ക് വേണം. അപ്പോൾ അതെന്തിനാന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഒരേ വലുപ്പത്തിലുള്ള 7 ബോൾ എടുത്ത് വെക്കാൻ പോവാണ്. അപ്പോൾ ഒരേ വലുപ്പത്തിൽ നമുക്ക് ഇതേപോലെ നമ്മൾ പൊറോട്ടക്കൊക്കെ മാവ് ഉരുട്ടിയിട്ട് ഇങ്ങനെ വെക്കൂല, അതേപോലെ കേട്ടോ, നല്ല ഉള്ളിലോട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഒരേ വലുപ്പത്തിലുള്ള 7 ബോൾ റെഡിയാക്കി വെക്കാൻ പോവാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ബണ്ണ് കഴിക്കാൻ. പിന്നെ നല്ല ഒരു മേലയിൽ ചെറിയൊരു ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും, നമുക്ക് ഫില്ലിങ് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ 7 ഒരേപോലത്തെ ബോൾ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ബട്ടറാണ് വേണ്ടത്. ഞാൻ 150 ഗ്രാം ബട്ടറിന് ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എനിക്കൊരു 6 പീസേ വേണ്ടുള്ളൂ. ഇതേപോലത്തെ ഒരു 6 പീസ് റെഡിയാക്കി വെക്കുക. ഇനി നമ്മൾ 7 ഉണ്ടാക്കിയ ബോളിൽ നിന്ന് 1 എടുത്തിട്ട് അതിനെ വീണ്ടും നമ്മളൊരു 6 ചെറിയ ബോളാക്കിയിട്ട് മാറ്റുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് വേണം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇതിനെ നമ്മൾ വലിയ ബണ്ണിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് ഫില്ല് ചെയ്യണം. അതിങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ആ ചെറിയ ബോൾ ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടറിനെ നടുക്ക് വെച്ചിട്ട് ഇതിനെ കവർ ചെയ്തെടുക്കുക.
നന്നായിട്ട് കവർ ചെയ്തിട്ട് വെക്കുക. അങ്ങനെ നമുക്ക് എല്ലാം ഇതേപോലെ പരത്തിയിട്ട് പിന്നെ ബട്ടർ അതിൻ്റെ ഉള്ളിൽ വെച്ച് ഇതേപോലെ സീൽ ചെയ്യാം. അപ്പം ഞാൻ 3 ബട്ടർ കോഫി ബണ്ണും 3 ന്യൂട്ടെല്ല വിത്ത് ബട്ടർ കോഫി ബണ്ണും ആട്ടോ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വലിയ ബണ്ണിന് പിന്നെ ബോൾ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് അടിഭാഗം, അതായത് നമ്മൾ സീൽ ചെയ്തിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലോ, അത് അടിയിൽ വെച്ചിട്ട് ഇതേപോലെ റോളാക്കിയിട്ട് എടുക്കുക. നന്നായിട്ട് റോളാക്കുക. നല്ലോണം സീൽ ചെയ്യണം കേട്ടോ, പൊട്ടിപ്പോവരുത്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് നമ്മൾ ബേക്കിംഗ് ട്രേയിൽ ബട്ടർ ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇത് വെക്കുക. നല്ല റോൾ ചെയ്തിട്ട് നല്ല ബണ്ണ് കാണുന്നില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. വീണ്ടും നമ്മളിതാ ഇതേപോലെ നമ്മൾ പിന്നെ വലിയ ബോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൈനെ കൊണ്ട് പരത്തുക. എന്നിട്ട് ബട്ടർ ഫില്ല് ചെയ്തതിൻ്റെ അടിഭാഗം അടിയിൽ തന്നെ വെക്കുക. ആ സീൽ ചെയ്ത ഭാഗം പിന്നെ ബണ്ണിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇതേപോലെ വീണ്ടും സീൽ ചെയ്ത് നന്നായിട്ട് ഉരുട്ടിയിട്ട് നമ്മൾ ബേക്കിംഗ് ട്രേയിൽ വെക്കുക. അപ്പോൾ ഞാൻ 3 പ്ലെയിൻ, ഞാൻ പറഞ്ഞല്ലോ 3 പ്ലെയിൻ ബന്നും 3 പിന്നെ ന്യൂട്ടെല്ല ബന്നുമാണ് ഞാൻ ഉണ്ടാക്കിയത്. കുറച്ച് ന്യൂട്ടെല്ല ഇടുക, എന്നിട്ട് പിന്നെ അതിൻ്റെ നടുക്ക് ബട്ടർ ഇടുക. എന്നിട്ട് ഇതേപോലെ തന്നെ സെയിം സംഭവം തന്നെ, ഞാൻ ജസ്റ്റ് ഒന്ന് ചോക്ലേറ്റ് ഇട്ടെന്നേ ഉള്ളൂ. എന്നിട്ട് ഇതേപോലെ തന്നെ ഫില്ല് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ വലിയ ബന്നിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കവർ ചെയ്യുക. അങ്ങനെ എൻ്റെ എല്ലാ പിന്നെ ഡോവും ഇതേപോലെ ഞാൻ ഫില്ലിങ് ചെയ്തിട്ട് പൊങ്ങാൻ വേണ്ടി വെക്കുകയാണ്. ഒരു 20 മിനിറ്റ് നമുക്കിത് ഡ്രൈ ക്ലോത്ത് വെച്ചിട്ടൊന്ന് പൊങ്ങാൻ വെക്കുക. ആ ടൈമിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു കോഫി ബണ്ണ് എന്നല്ല ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു കോഫി ലെയർ ഇടാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് ബട്ടറും 1/4 കപ്പ് പിന്നെ പൊടിച്ച പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഇതിൻ്റെ അകത്ത് കോഫി പൗഡറൊക്കെ ചേർക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് കോഫി ബൺ എന്ന പേര്. കാരണം അതിൻ്റെ ആ ഒരു കോഫിൻ്റെ സ്മെല്ലും കോഫിൻ്റെ ടേസ്റ്റും ഒരു അപാര ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ ഏകദേശം പഞ്ചസാരയും ബട്ടറും നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു മുട്ട പൊട്ടിച്ച് ചേർക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കോഫി പൗഡർ ഉണ്ടല്ലോ, സാധാരണ നെസ്കഫിൻ്റെ പൗഡറിൽ 1 ടേബിൾ സ്പൂൺ ഇളം ചൂട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. മിക്സാക്കിയതിന് ശേഷം നമുക്ക് അതേപോലെ തന്നെ 1/4 കപ്പ് മൈദ, 1/4 കപ്പ് ബട്ടറും 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് മൈദയുമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ മിക്സാക്കി വെച്ചിരിക്കുന്ന കോഫി മിക്സിക്കും കൂടി ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുകൊണ്ടാണ് ഇതിന് കോഫി ബൺ എന്ന് പേര്. അപ്പോൾ ഈ കോഫീൻ്റെ ഈ ഒരു ലെയർ നമ്മുടെ ഈ ബണ്ണിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അതുകൂടെ ബേക്ക് ചെയ്യുമ്പോഴാണ് അതിനൊരു നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഒരു കോഫീൻ്റെ ടേസ്റ്റൊക്കെ വരുന്നത്. ഇത് ഡാർക്ക് കോഫി ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. എൻ്റെ അടുത്ത് സാധാരണ നെസ്കഫിയുടെ ഇതാണ് ഉള്ളത്. അപ്പം നന്നായിട്ട് അടിച്ച് ഇത് നല്ല കറക്റ്റ് ഇതായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ. കാരണം അധികം ടൈറ്റും ആവരുത്, അധികം ലൂസും ആവരുത്. അപ്പം അധികം ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇളം ചൂടുവെള്ളം കുറച്ച് ചേർത്താൽ മതി. പിന്നെ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള കുറച്ച് മൈദയും കൂടെ ചേർത്താൽ മതി. അപ്പോൾ എൻ്റെ ഇതിപ്പോൾ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇനി നമുക്ക് നമ്മുടെ പൊങ്ങിയ ബന്നിൻ്റെ മുകളിൽ ഈ ലെയർ നമുക്ക് കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇത് പിന്നെ നമ്മുടെ ബേക്ക് ചെയ്യുമ്പം ഇത് നന്നായിട്ട് മെൽട്ടായിട്ട് ഈ ബണ്ണ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് നല്ലൊരു കോഫിൻ്റെ മണമായിരിക്കും, നല്ലൊരു കോഫിൻ്റെ ടേസ്റ്റും ആയിരിക്കും. അപ്പം ഏകദേശം ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എഗ് യോക്കിനെ കൊണ്ടാണല്ലോ ബ്രഷ് ചെയ്യല്. അപ്പോൾ ഈ ബ്രഷ് ചെയ്യുമ്പം ഈ ബണ്ണ് ഒന്ന് ഇളകും. അപ്പോൾ ഇത് താഴ്ന്നു പോകുന്നതുകൊണ്ടാണ്, ഇത് കുറച്ച് തിക്കുള്ളൊരു ലെയറാണല്ലോ, അതുകൊണ്ടാണ് പേക്കിംഗ് ബാഗിൽ വെച്ചിട്ട് ഇതേപോലെ കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. നമുക്ക് പറ്റുന്നത്ര മാക്സിമം നമ്മൾ ബന്നിനെ കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ എല്ലാം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 150 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ, അതായത് OTGയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, OTGയിൽ ഒരു 15 മിനിറ്റ് നമ്മളിതിനെ ബേക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ എൻ്റെ ഏകദേശം ആയിട്ടുണ്ട്. കണ്ട നല്ല പൊങ്ങി വന്നിട്ട് നല്ല ഒരു ഗോൾഡൻ കളറ് മേളിൽ ഒരു നല്ല കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു കോട്ടിങ് അല്ല, പക്ഷേ ഉള്ളു ഭയങ്കര സോഫ്റ്റാണ്. ഇനി ഞാനിതിൻ്റെ മുകളിൽ എന്താക്കുന്നത് കുറച്ച് ന്യൂട്ടെല്ല വെച്ചിട്ടൊന്ന് ഡെക്കറേഷൻ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഒരു ന്യൂട്ടെല്ല ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. അപ്പം നമ്മുടെ കോഫി ബണ്ണൊക്കെ ഇവിടെ ന്യൂട്ടെല്ലൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു ക്രിസ്പി, അപ്പോൾ നിങ്ങൾക്കത് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. ഉള്ളിൽ നിങ്ങൾ നോക്കി എന്ത് സോഫ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ പപ്പറോട്ടിയിൽ നിന്ന് കഴിച്ച കോഫി ബണ്ണാണ്. അപ്പോൾ രണ്ടിന് പെർഫെക്റ്റ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.